ഹലോ നമസ്കാരം, ഞാൻ പ്രീത മേരി തോമസ്. കോട്ടൺ സാരികൾ എപ്പോഴും എന്നോട് ആളുകൾ വാങ്ങിക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ സാരി കളർ പോകുന്നതാണോ എന്നുള്ളതാണ്. മിക്ക കോട്ടൺ സാരികൾ, എസ്പെഷ്യലി ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത സാരികൾ, ബ്ലോക്ക് പ്രിന്റ് ഒക്കെ ചെയ്ത സാരികൾ ഫസ്റ്റ് വാഷിൽ എന്തായാലും കളർ പോകും, നമുക്കറിയാവുന്ന കാര്യമാണ്. നാട്ടുപുറത്ത് ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ നാട്ടുപുറത്തെ ആളുകൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് സാരി ഓരോ ഉപയോഗത്തിന് ശേഷവും, ഭൂരിപക്ഷം ആളുകളും ഓരോ ഉപയോഗത്തിന് ശേഷവും അലക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. സത്യത്തിൽ സാരി അങ്ങനെ എല്ലാ ഉപയോഗത്തിന് ശേഷവും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. സാരി നമ്മൾ നല്ലവണ്ണം 10 മിനിറ്റ് സൺലൈറ്റിൽ ഉണക്കിയെടുത്ത് വൃത്തിയായി ഫോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അഥവാ നമ്മളിപ്പോൾ ഒരു സ്റ്റെയിനായി മുഷിഞ്ഞു എന്ന് തോന്നുവാണെങ്കിൽ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് നമ്മളെപ്പോഴും വളരെ വീര്യമുള്ള രീതിയിലുള്ള സോപ്പ് പൊടിയിലൊക്കെ ഒരുപാട് നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ സാരിയുടെ കളറൊക്കെ പോകും. മറ്റു ഡ്രസ്സിൻ്റെ കൂടെ അല്ലാതെ സെപ്പറേറ്റ് തന്നെ ഇത് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ കളറൊക്കെ ഇല്ലെങ്കിൽ വേറെ തുണിയിലൊക്കെ പിടിക്കാം. നമുക്ക് സ്ഥിരമായി പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, പലർക്കും നമുക്ക് അറിയാതെ പറ്റുന്നതാണത്. അപ്പം ഒരു വളരെ മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പൂലോ അല്ലെങ്കിൽ വളരെ മൈൽഡായിട്ടുള്ള ഒരു ഡിറ്റർജന്റിലോ കുറച്ച് സമയം, ഒരുപാട് നേരം ഒരു കാരണവശാലും സോക്ക് ചെയ്ത് വെക്കരുത്, വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് ഇടുക. ഞാൻ ഒരിക്കലും ഡ്രൈ വാഷും നമ്മളൊരു മെഷീൻ വാഷും ഇതിനെക്കാട്ട് ഹാൻഡ് വാഷാണ് എപ്പോഴും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. കോൾഡ് വാട്ടറിൽ എപ്പോഴും കോട്ടൺ ഡ്രസ്സുകൾ വാഷ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ചിലരാണെങ്കിൽ നാട്ടിൽ ഇങ്ങനെ മുറുക്കി പിഴിയുന്നതും കല്ലിൽ ഇങ്ങനെ അടിച്ചിലക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. സാരി വളരെ മൈൽഡായിട്ട് അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു മെറ്റീരിയൽ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു ലൈഫ്. നമുക്കറിയാം കോട്ടൺ ഒരു നാച്ചുറൽ ഫൈബറാണ്, വളരെ ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റാവുന്ന, സ്കിന്നിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫൈബറാണ് കോട്ടൺ ഫൈബർ. നമ്മളിങ്ങനെ മുറുക്കി അടിക്കുകയും മുറുക്കി പിഴിയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഫൈബേഴ്സിൻ്റെ ഒരു ലൈഫിനെയും സാരിയുടെ ലൈഫിനെയും ഒക്കെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സാരി അധികം സൂര്യപ്രകാശം ഇല്ലാത്ത ഒരു സ്ഥലത്ത് റിവേഴ്സ് സൈഡ് അതിൻ്റെ മറുവശം ഇട്ട് കുറച്ച് നേരം ഉണക്കിയിട്ട് ഭംഗിയായിട്ട് ഉണക്കിയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. മുറുക്കി പിഴിയുകയോ ഒരുപാട് നേരം മുക്കി വെക്കുകയൊക്കെ ചെയ്യുന്നത് സാരിയുടെ ലൈഫിനെ വളരെ മോശമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ അയൺ ചെയ്യുന്ന സമയത്താണെങ്കിലും റിവേഴ്സ് സൈഡിൽ വളരെ കുറഞ്ഞ ചൂടിൽ റിങ്കിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മളിത് മടക്കി വെക്കുന്ന സമയത്തും ഒരുപാട് സൂര്യപ്രകാശവും ചൂടും അല്ലെങ്കിൽ ഹീറ്റായിട്ടൊക്കെയുള്ള ഏരിയനേക്കാട്ട് നല്ലത് കുറച്ചധികം ചൂടും തണുപ്പും ഇല്ലാത്ത ഒരു സ്ഥലത്ത് സാരികൾ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സാരിയുടെ ലൈഫ് കൂടുതൽ കാലം നിൽക്കും. അത് കൂടുതൽ ഭംഗിയോടുകൂടി, കളറൊന്നും മങ്ങാതെ ഭംഗിയോട് നിൽക്കുന്നതിനും കാരണമാകും. അപ്പം നമ്മൾ സാരിയുടെ കളർ പോകുന്നത് സാരിയുടെ ക്വാളിറ്റി കുറവായതുകൊണ്ടല്ല. നമ്മൾ ഇതുപോലെ നാച്ചുറൽ ഡൈയിലൊക്കെ ചെയ്യുന്ന സാരികളാണെങ്കിൽ ഫസ്റ്റ് വാഷിന് സ്വാഭാവികമായിട്ടും അതിന്റെ കളർ പോകും. അപ്പം നമ്മളത് എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്ന് കുറേയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭംഗിയായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റാവുന്നതാണ് കോട്ടൺ സാരീസ്, കോട്ടൺ ഡ്രസ്സും ഒക്കെ. നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട്, നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട്, പ്രകൃതിക്ക് വളരെ ഫ്രണ്ട്ലി